ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഖുർആൻ, ഹദീസ് എന്നിവയിലുള്ള പഠനത്തെക്കാളും ലോകത്തെ ഏറ്റവും വലിയ പഠനം പ്രവാചക പഠനമാണെന്ന് ജംഇയ്യത്തുൽ ഉലമയ ഹിന്ദ് കേരള ജനറൽ സെക്രട്ടറി മൗലവി അലിയാർ കാസിമി പറഞ്ഞു. ഖുർആൻ, ഹദീസ് എന്നിവയിലുള്ള പഠനത്തെക്കാളും ലോകത്തെ ഏറ്റവും വലിയ പഠനം പ്രവാചക പഠനമാണെന്ന് ജംഇയ്യത്തുൽ ഉലമയ ഹിന്ദ് കേരള ജനറൽ സെക്രട്ടറി മൗലവി അലിയാർ കാസിമി പറഞ്ഞു. പള്ളിക്കൽ പഞ്ചായത്തിലെ പുത്തൂർ പള്ളിക്കൽ സലാമത്ത് നഗർ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 4 മാസക്കാലം നീണ്ടുനിന്ന ഇൻസൈറ്റ് 2024 എന്ന പേരിൽ യുവജന ശാക്തീകരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പഠന കോഴ്സിന്റെ സമാപന സമ്മേളനവും GK എടത്തനാട്ടുകരയുടെ വെളിച്ചമാണ് തിരുദൂതൻ എന്ന പുസ്തക പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ ബഹുമാന്യനായ GK പരിചയപ്പെടുത്തുന്ന ഈ പുസ്തകം പ്രവാചകാധ്യാപനങ്ങളാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. പ്രവാചകരെ പഠിക്കുക എന്നതിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ലോകത്തെ ഏറ്റവും വലിയ പഠനം പ്രവാചക പഠനമാണ്. അപ്പൊ ഖുർആൻ പഠനമല്ലേ നിങ്ങൾ ചോദിക്കും. ഞാൻ പറയുന്നു അല്ല. ഹദീസ് പഠനമല്ലേ നിങ്ങൾ ചോദിക്കും. ഞാൻ പറയുന്നു അല്ല. ഖുർആൻ പഠനത്തിനും അതുപോലെ തന്നെ പ്രവാചക അധ്യാപനങ്ങളുടെ സമുച്ചയമായ ഹദീസ് പഠനത്തിനും മുമ്പേ നിങ്ങൾ പ്രവാചക ചരിത്രം പഠിക്കാതെയാണ് പഠിക്കുന്നതെങ്കിൽ ആ ഖുർആൻ നിങ്ങളിൽ ഒരുപാട് സംശയങ്ങൾ സൃഷ്ടിക്കും. ഹദീസുകൾ ഒരുപാട് സംശയങ്ങൾ സൃഷ്ടിക്കും. ഏത് സാഹചര്യത്തിലാണ്, ഏത് ചരിത്ര പശ്ചാത്തലത്തിലാണ് ഖുർആനിന്റെ ഒരു ആയത്തിറങ്ങിയതെന്നറിയാതെ ഖുർആനിന്റെ അക്ഷരങ്ങളിലൂടെ മാത്രം നമ്മൾ ഒരുപക്ഷെ സഞ്ചരിച്ചു പോകുമ്പോ ഖുർആനിന്റെ ഓരോ അക്ഷരങ്ങൾക്കും സവിശേഷമായ ഒരു പശ്ചാത്തലത്തിന്റെ സമുദ്രം തന്നെ അതിന്റെ പിന്നിലുണ്ട്. അതൊന്നും അറിയാതെ അത് അറിയുക എന്ന് പറഞ്ഞാൽ ആ വിശുദ്ധമായ ഖുർആനെ ഈ ലോകത്ത് പരിചയപ്പെടുത്തിയ പ്രവാചകന്റെ ചരിത്രം അറിയുക എന്നാണ്. കോഴ്സ് പൂർത്തീകരിച്ചവർക്കായി സംഘടിപ്പിച്ച മെഗാ ക്യൂസ് മത്സരത്തിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഉന്നത വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും ഉപഹാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. NKM പൂക്കോയ തങ്ങൾ, PC സെയ്താലിക്കുട്ടി മാസ്റ്റർ എന്നിവരുടെ പേരിലുള്ള എൻഡോമെന്റ് നൽകിയാണ് വിജയികളെ അനുമോദിച്ചത്. സലാമത്ത് നഗർ മഹലിന് കീഴിൽ വിവിധ കലാലയങ്ങളിൽ ഹൈസ്കൂൾ മുതൽ കോളേജ് തലം വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ഇസ്ലാമിക അടിത്തറയുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു കോഴ്സ് സംഘടിപ്പിച്ചത്. DICT ചെയർമാൻ PC അബ്ദുൽ മജീദ് മാസ്റ്റർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. KM സഫ കിറാത്ത് നടത്തി. ഇസ്ലാമിക പബ്ലിഷിംഗ് ഹൗസ് അസിസ്റ്റന്റ് ഡയറക്ടർ KT ഹുസൈൻ പുസ്തകം പരിചയപ്പെടുത്തി സംസാരിച്ചു. ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ മുൻ പ്രസിഡന്റ് A അബ്ദുള്ള ചോളന്നൂർ പുസ്തകം ഏറ്റുവാങ്ങി. NKM PCS അനുസ്മരണ പ്രഭാഷണം ജമാഅത്തെ ഇസ്ലാമി മുൻ സംസ്ഥാന സെക്രട്ടറി അവറു മാസ്റ്റർ നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് PK അബ്ദുസലാം മാസ്റ്റർ, AT നാസർ മാസ്റ്റർ, P മൊയ്തീൻ കോയ മൗലവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.